നമസ്കാരം, എൻ്റെ പേര് ജയപാർവതി. പരബ്രഹ്മ ഹോസ്പിറ്റലിലെ ഡെന്റൽ വിഭാഗത്തിലെ ചീഫ് ഡെന്റൽ സർജനാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം നേഴ്സിംഗ് ബോട്ടിൽ കേരീസ് ആണ്. അതായത് ബ്രസ്റ്റ് ഫീഡിംഗ് ബേബീസ് മുതൽ 5 വയസ്സ് വരെ കുട്ടികൾ കാണുന്ന ഒരു പ്രധാന പ്രശ്നമാണ് നേഴ്സിംഗ് ബോട്ടിൽ കേരീസ്. അതായത് കൊച്ചുകുട്ടികളെ മുകളിലത്തെ 4 പാൽപ്പല്ലുകളും അതേപോലെ താഴത്തെ 4 പാൽപ്പല്ലുകളെയുമാണ് ഇത് കൂടുതലായിട്ടും അഫക്റ്റ് ചെയ്യുന്നത്. ഇത് എന്താണ് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾക്ക് പാല് കൊടുത്തതിന് ശേഷം അതിനകത്തെ സ്വീറ്റ് കണ്ടന്റ്, പഞ്ചസാരയുടെ കണ്ടന്റ് പല്ലിൽ ചേർന്നിരുന്നിട്ട് ബാക്ടീരിയ ആയിട്ട് കുട്ടികളുടെ പല്ലിൽ അത് അഫക്റ്റ് ചെയ്യുന്നു എന്നതാണ് നേഴ്സിംഗ് ബോട്ടിൽ കേരീസിലോട്ട് നയിക്കുന്നത്. ഇത് തടയാനായിട്ട് പ്രധാനമായും ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾക്ക് പാല് കൊടുത്തതിന് ശേഷം ഒന്നെങ്കിൽ വാ കഴുകിച്ചിട്ട് കിടത്താൻ നോക്കുക. കൊച്ചു കുട്ടികളിലാണെങ്കിൽ ഒരു തുണിയോ പഞ്ഞിയോ വെള്ളം മുക്കിയിട്ട് മോണയും പല്ലും ഒന്ന് തുടച്ചിട്ട് കിടത്താൻ ശ്രമിക്കുക. ഇതാണ് നമ്മൾ നേഴ്സിംഗ് ബോട്ടിൽ കേരീസ് വരാതിരിക്കാനായിട്ട് മാതാപിതാക്കൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അതേപോലെ തന്നെ പലഹാരങ്ങൾ രാത്രിയിൽ അധികം കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. ധാരാളം പഴവർഗ്ഗങ്ങൾ എന്നിവയിലോട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലെ പ്രയോജനപ്രദമായ കൂടുതൽ ടിപ്സിന് വേണ്ടിയിട്ട് പരബ്രഹ്മ ഹോസ്പിറ്റലിൻ്റെ ഈ പേജ് ഫോളോ ചെയ്യുക.